അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ലളിതമായ രൂപത്തിൽ ഈ വരുന്ന മദ്രസ പൊതുപരീക്ഷകളിൽ ഉന്നതമായ വിജയം നേടാനുള്ള വീഡിയോകളാണ് ഇനി കുറച്ചങ്ങോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് പ്രധാനമായും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ 7ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന് പറയുന്ന ഈ കിതാബിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഏറ്റവും ലളിതമായ രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാനിത് ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും സഹോദരിമാരോടും ഒരു കാര്യം പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളിലെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഈ ഒറ്റൊരു വീഡിയോ കാണുന്ന വിദ്യാർത്ഥിക്ക് നല്ല ഉന്നതമായ മാർക്കോടെ ഈ വരുന്ന പൊതുപരീക്ഷയിൽ ലിസാനുൽ ഖുർആൻ എന്ന് പറയുന്ന കിതാബിൽ വിജയിക്കാൻ സാധിക്കും. ഈ വീഡിയോ കൃത്യമായി ശ്രദ്ധിച്ച് കേട്ടിരിക്കണം എന്ന് മാത്രമല്ല, ഈ ലിസാനുൽ ഖുർആൻ എന്ന് പറയുമ്പോൾ പ്രധാനമായും അറബി ഗ്രാമർ മോഡലുകളൊക്കെ ക്രമീകരിക്കുന്ന ഒരു കിതാബാണ്. അപ്പോൾ ഈ കിതാബ് പഠിക്കുക എന്നുള്ളത് പലപ്പോഴും പല ആളുകളും വലിയൊരു പ്രയാസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ ചില മദ്രസകളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ എന്നോട് തന്നെ ചില വിദ്യാർത്ഥികൾ പറഞ്ഞ ഒരു വലിയൊരു ആശങ്കയാണ് ലിസാനുൽ ഖുർആൻ പഠിക്കാൻ വലിയ പ്രയാസമാണെന്നുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയാൽ ഏറ്റവും സിമ്പിളായി പഠിക്കാൻ പറ്റുന്ന ഒരു കിതാബാണ് ലിസാനുൽ ഖുർആൻ. വളരെ ലളിതമാണ് ഈ കിതാബ്. ഞാൻ ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ഈ സാധാരണ ഈ അറബിയിലെ ഫീല്, ഫായില്, മഫ്ഊല്, അതേപോലെ നായിബ് ഫായില് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പല ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാവും. അതിനെ ഇംഗ്ലീഷുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് ക്രിയേഷൻ ചെയ്യുന്നതും അതുപോലെ അറബിയിലെ സെൻറ്റൻസ് മേക്കിംഗ് ഒക്കെ ആയി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുമ്പോൾ കുറേ കൂടി നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ഈ പരീക്ഷയിൽ ഏത് മോഡലിലൊക്കെയാണ് ചോദ്യം വരിക, ആ വിഷയങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒറ്റ വീഡിയോ കണ്ടാൽ മതി, നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ഞാൻ പറയുന്നത്, എൻ്റെ ഈ വീഡിയോ കാണുന്നത് ചെറിയ വിദ്യാർത്ഥികളാണെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ കിതാബ് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വീഡിയോ കാണാനുള്ള പ്രത്യേക ശ്രമം നടത്തുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. അതായത് ഏതൊക്കെ നാടുകളിൽ നിന്ന് ഏതൊക്കെ വിദ്യാർത്ഥികൾ കണ്ടിനി എന്നുള്ള വിഷയം കൂടി അറിയാമല്ലോ. ചെറിയ വിദ്യാർത്ഥികളാണല്ലോ, അപ്പോൾ കുഴപ്പമില്ല. നിങ്ങളുടെ പേരും നിങ്ങളുടെ നാടും അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന മദ്രസയുടെ പേരൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. ഒന്നുമില്ല എങ്കിൽ അൽഹംദുലില്ലാ എന്നുള്ള ഒരു കമൻറ്റെങ്കിലും രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ മാക്സിമം സുഹൃത്തുക്കളിലേക്കും അതുപോലെ നിങ്ങളുടെ മദ്രസ ഗ്രൂപ്പുകളിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നവരിലേക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ലളിതമായ ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തെ ഈ ലിസാനുൽ ഖുർആനിൽ പ്രധാനമായും 11 പാഠങ്ങളാണ് ഉള്ളത്. ഈ 11 പാഠങ്ങളിൽ നായിബ് ഫായില്, മഫ്ഊലും ഫീഹി, മഫ്ഊൽ ലഹു, മഫ്ഊൽ മുത്ലഖ്, അതേപോലെ തന്നെ അത്ഫ് മഅ്തൂഫ്, അതുപോലെ മുലാഫുൻ ഇലൈഹി, അതുപോലെ ജമ്മു മുദക്കർ സാലിം, ജമ്മു മുഅന്നസ് സാലിം, പിന്നെ ദമീറുകൾ, അതുപോലെ ഇന്നയും ഇന്നയുടെ സഹോദരിമാരും കാനയും കാനയുടെ സഹോദരിമാരും, അതുപോലെ നസ്ബ് ചെയ്യുന്നതും ജസ്മ് ചെയ്യുന്നതും, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇങ്ങനെ പറയുമ്പോൾ എന്താണ് നസ്ബ്, എന്താണ് ജസ്മ്, എന്താണ് കാനയുടെ പ്രവർത്തനം, എന്താണ് ഇന്നൻ്റെ പ്രവർത്തനം തുടങ്ങി പല സംശയങ്ങളുണ്ടാകും. ഓരോ പാഠങ്ങൾ എടുക്കുമ്പോഴും നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കും. ഓരോ പാഠം തുടക്കം മുതൽ തന്നെ പറഞ്ഞ് നമുക്ക് പോകാം. അതായത് ആദ്യം നമ്മൾ എടുക്കുന്ന പാഠം നായിബ് ഫായിൽ എന്നുള്ള പറയുന്ന മിനൽ ഖുർആനിൽ കരീം എന്നുള്ള പാഠഭാഗമാണ് ഒന്നാമത്തെ പാഠം. ഇതിൽ പ്രധാനമായും പറയുന്നത് നായിബ് ഫായിലാണ്. അപ്പോൾ നായിബ് ഫായിൽ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അറബിയിൽ ഒരു ഫീല്, ഫായില്, മഫ്ഊല്, ഇത് മൂന്ന് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് നമ്മൾ എഴുതുമ്പോൾ ആദ്യം ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, പിന്നെ ഒരു വെർബ് ഉണ്ടാവും, പിന്നെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ആ പ്രവർത്തനം ചെയ്യുന്ന വ്യക്തി, അവരെയാണ് ഫായില് എന്ന് അറബിയിൽ പറയാം. വെർബ് എന്ന് വെച്ചാൽ ക്രിയ, എന്ത് പ്രവർത്തനമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അടിയാണെങ്കിൽ അടി, അല്ലെങ്കിൽ പോവലാണെങ്കിൽ പോവുക എന്നുള്ളത്, വരലാണെങ്കിൽ വരിക എന്നുള്ളത്, ഇങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടാവൂലേ, ആ പ്രവർത്തനത്തെയാണ് ഫീല് എന്ന് പറയാം. ഇംഗ്ലീഷിൽ വെർബ് എന്നും അറബിയിൽ ഫീല് എന്ന് പറയും. അപ്പോൾ ഫീല് എന്ന് വെച്ചാൽ ഒരു പ്രവർത്തനം, ആ പ്രവർത്തനം ചെയ്യുന്ന വ്യക്തിയാണ് ഫായില് എന്ന് പറയാം. അപ്പോൾ എന്തിനാണ് പ്രവർത്തിക്കുക, ഇപ്പോൾ അടിച്ചു എന്ന് പറയുമ്പോൾ ആരെയാണ് അടിച്ചത്, അല്ലെങ്കിൽ എന്തിനാണ് അടിച്ചത്, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവൂലേ. അപ്പോൾ അതിനെ ആ എന്തിനാണ് പ്രവർത്തിച്ചത് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റിനെ അറബിയിൽ പറയുന്നതാണ് മഫ്ഊല് എന്ന് പറയാം. അത് മനസ്സിലാക്കാം. അപ്പോൾ പ്രവർത്തനത്തെ ഫീല് എന്നും പ്രവർത്തിച്ച വ്യക്തിയെ ഫായില് എന്നും ആ പ്രവർത്തിക്കപ്പെട്ടതിനെ മഫ്ഊല് എന്നും പറയുന്നു. അപ്പോൾ ഈ നായിബ് ഫായിൽ എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കാം, അവിടെ ഫായില് പറഞ്ഞിട്ടില്ല. നായിബ് എന്ന് വെച്ചാൽ പകരം വരിക എന്നതാണ് അർത്ഥം. അപ്പോൾ നായിബ് അനിൽ ഫായിൽ എന്നുള്ളതാണ് അവിടെ പൂർണ്ണമായ രൂപം. അവിടെ നായിബ് ഫായിൽ എന്നാണ് അതിനെ നമ്മൾ വിളിക്കുക. അപ്പോൾ നായിബ് എന്ന് വെച്ചാൽ പകരം വരിക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഫായിൽ എന്ന് വെച്ചാൽ ഫായിലിന് പകരം വന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത്
ഫായിലിന് പകരം എന്ന് വെച്ചാൽ അവിടെ പ്രവർത്തിച്ച ഈ സബ്ജക്റ്റ് ഈ ഫായിലിനെ പറഞ്ഞിട്ടില്ല, അതിന് പകരം ഈ പ്രവർത്തിക്കപ്പെട്ട ഈ മഫ്ഊലിനെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ മഫ്ഊല് ഫായിലിനെ തൊട്ട് പകരം വരിക, അങ്ങനെതിനേക്കാണ് നായിബ് ഫായില് എന്ന് പറയാം. അത് ഞാൻ നിങ്ങൾക്ക് വിഷയം കുറച്ചുകൂടി പറയുമ്പോൾ കൃത്യമായി മനസ്സിലാക്കും, ഉദാഹരണ സഹിതം പറയുമ്പോൾ. അതായത് ഫീലുകൾ പ്രധാനമായും രണ്ട് തരത്തിലാണ്. ഒന്ന് മഅറൂഫായ ഫീല്, മറ്റൊന്ന് മജ്ഹൂലായ ഫീല്. അപ്പോൾ മഅറൂഫായ ഫീൽ എന്ന് വെച്ചാൽ ഫായിലിനെ പറയപ്പെട്ട ഫീലിനിക്കാണ് മഅറൂഫായ ഫീൽ എന്ന് പറയാം. മജ്ഹൂലായ ഫീൽ എന്ന് വെച്ചാൽ ഫായിലിനെ പറയപ്പെടാത്ത ഫീലിനിക്കാണ് മജ്ഹൂലായ ഫീൽ എന്ന് പറയാം. അപ്പോൾ മഅറൂഫായ ഫീലാണെങ്കിൽ ഡയറക്റ്റ് അവിടെ ഫായിൽ ഉണ്ടാകും. മജ്ഹൂലായ ഫീലുകളാണെങ്കിൽ അവിടെ ഫായിൽ ഉണ്ടാവില്ല, അവിടെ ഫായിലിന് പകരം ഉണ്ടാവുക നായിബ് ഫായിലാണ്. ആ വിഷയം മനസ്സിലാക്കുക. അപ്പോൾ നായിബ് ഫായിൽ എവിടെയാണ് വരിക? മജ്ഹൂലായ ഫീലുകളിലാണ് നായിബ് ഫായിൽ വരാം. ഉദാഹരണം പറഞ്ഞ് അതിൻ്റെ മറ്റു വിഷയങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ആദ്യം നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ ഇത് സമയം ചുരുക്കാൻ വേണ്ടി ഞാൻ ഈ പാഠഭാഗം മൊത്തം പറഞ്ഞു പോവില്ല. ഇതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ പോവുക, കൃത്യമായി ശ്രദ്ധിക്കുക. അതേപോലെ പറ്റുന്ന ആളുകളൊക്കെ ഈ കിതാബ് മുമ്പിൽ വെച്ച് ക്ലാസ്സിനിരിക്കണം. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ കിതാബില്ലെങ്കിൽ PDF ഒക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം. എൻ്റെ ചാനലിലൂടെ പൊതുവായിട്ട് ഇസ്ലാമിക വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ മാക്സിമം കാണാൻ ശ്രദ്ധിക്കുക. ഇനി ഈ കിതാബിൻ്റെ PDF വേണമെങ്കിൽ ഇതിൻ്റെ നമുക്കൊരു സഹായമായിട്ട് ഒരു ഗൈഡ് പോലെയുള്ള ഒരു PDF വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്താൽ മതി. ആ ഗ്രൂപ്പുകളിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്, ഇവിടെ കൈഫ ഖുലിഖത്ത്, അതായത് അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി, ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലേ? അതായത് ഈ ഒട്ടകങ്ങളിൽ എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കുക, ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലേ? കൈഫ ഖുലിഖത്ത്, ആ ഒട്ടകങ്ങളെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിൻ്റെ ഒരു വിശേഷണം പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ള ഒരു ആയത്താണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൈഫ ഖുലിഖത്ത്, ആ ഒട്ടകങ്ങളെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ഈ ഒട്ടകങ്ങളെ സൃഷ്ടിച്ചത് ആരാണ്? അള്ളാഹുവാണ്. അപ്പോൾ ഈ അള്ളാഹു സൃഷ്ടിച്ചു, ആ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിനോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഖുലിഖത്തിൻ്റെ അർത്ഥം ആ ഒട്ടകങ്ങളെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ഈ ഒട്ടകം എന്നുള്ളത് ഒബ്ജക്റ്റാണ്, യഥാർത്ഥത്തിൽ ഈ മഫ്ഊലാണ്. ഈ മഫ്ഊലിനെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഖുലിഖത്തിൻ്റെ ഇവിടെ ഖുലിഖ എന്ന് പറയുന്നത് എന്താണ്? ഒരു മജ്ഹൂലായ ഫീലാണ്, സൃഷ്ടിക്കപ്പെട്ടത്. അതായത് ആരാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞിട്ടില്ല, സൃഷ്ടിക്കപ്പെട്ട വസ്തുവിനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഖുലിഖത്ത് എന്ന് പറയുന്നത് ഒരു മജ്ഹൂലായ ഫീലാണ്. ആ മജ്ഹൂലായ ഫീലിനിക്കുള്ളത് നായിബ് ഫായിലാണ്. നായിബ് ഫായിലാണ്. ആ മഫ്ഊല് ഫായിലിൻ്റെ സ്ഥാനത്ത് വന്നു, അപ്പോൾ അതിലേക്ക് നായിബ് ഫായിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഫീലുകൾ രണ്ട് തരത്തിലാണുള്ളത്. താഴെയുള്ളവര് എല്ലാവരും ശ്രദ്ധിക്കുക. അൽ ഫീലു നൗ ആനി മഅറൂഫുൻ മജ്ഹൂലുൻ, ഫീലുകൾ രണ്ട് വിധത്തിലാണുള്ളത്, മഅറൂഫും മജ്ഹൂലുമാണ്. അവിടെ ഫീലോട് കൂടെ അതിൻ്റെ ഫായിലിനെ പറയപ്പെട്ടാൽ അതിനിക്ക് മഅറൂഫ് എന്നും, അങ്ങനെ ഫായിലിനെ പറയപ്പെട്ടിട്ടില്ല എങ്കിൽ മജ്ഹൂലും എന്നും പറയും. അത് വിഷയം കൃത്യമായി മനസ്സിലാക്കാം. ഇനി മജ്ഹൂലായ ഫീല് അവിടെ മഫ്ഊല് ഫായിലിൻ്റെ സ്ഥാനത്ത് നിർത്തപ്പെടും, അപ്പോൾ അതിനിക്ക് നായിബ് ഫായിൽ എന്ന് പറയും. അപ്പോൾ നായിബ് ഫായിലിന് ഇറാബ് എന്താണ്? റഫ് ആണ്. ഇപ്പം നമ്മൾ സാധാരണ ഇറാബ് ഹർക്കത്തുകൾ പറയുമ്പോൾ ഫത്ഹ്, കസർ, ദമ്മ്, സുക്കൂൻ ഇതാണ് പറയാം. പക്ഷേ ഈ അറബിയിൽ അവസാനത്തിൻ്റെ ചില വ്യത്യാസങ്ങൾ വരും. അവിടെ നമ്മൾ ഈ ഫത്ഹ്, ദമ്മ്, കസർ എന്നല്ല പറയാം. അവിടെ അവിടെ നമ്മൾ ഫായിലിനൊക്കെ പറയാം റഫ്. റഫ് എന്ന് വെച്ചാൽ ഒരു ദമ്മിൻ്റെ മോഡലാണ്, പക്ഷെ അത് എപ്പോഴും ദമ്മിൻ്റെ മോഡലായിരിക്കില്ല. അത് പിന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഇങ്ങനെ മനസ്സിലാക്കാം, ദമ്മ് പോലെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത് റഫ്, പക്ഷേ അതെപ്പോഴും ദമ്മിൻ്റെ മോഡലായിരിക്കില്ല. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ റഫ്. അതേപോലെ തന്നെ നസ്ബ് എന്ന് വെച്ചാൽ ഫത്ഹ് മോഡലിൽ ഉപയോഗിക്കാം, പക്ഷെ അതെപ്പോഴും ഫത്ഹ് മോഡലായിരിക്കില്ല. അത് ചില വ്യത്യാസങ്ങൾ വരും, അതിന് ശേഷം ഉള്ള പാഠങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ജർ കസറിൻ്റെ മോഡലാണ്, പക്ഷെ അതെപ്പോഴും ആ കസറിൻ്റെ മോഡലായിരിക്കില്ല. ശേഷമുള്ള പാഠങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും ജർ. അതുപോലെ ജസ്മ് വെച്ചാൽ സുക്കൂൻ്റെ മോഡലാണ്, അതും എപ്പോഴും സുക്കൂൻ്റെ മോഡലായിരിക്കില്ല. ശേഷമുള്ളതിൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കും. ഈ 4 ഇറാബുകളാണുള്ളത്. ഇറാബുകൾ ഏതൊക്കെയാണ്? റഫ്, നസ്ബ്, ജസ്മ്, ജർ. അതായത് നസ്ബ്, ജർ, റഫ്, ജസ്മ്, ഈ 4 ഇറാബുകളാണുള്ളത്. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഒന്നാമത് ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ് മഅറൂഫായ ഫീല്, എന്താണ് മജ്ഹൂലായ ഫീല്. അപ്പോൾ ഫായിലിനെ ആ ഫീലോട് കൂടെ പറയപ്പെട്ടാൽ മഅറൂഫായ ഫീല് എന്നും, ഫായിലിനെ ഫീലോട് കൂടെ പറയപ്പെട്ടിട്ടില്ല എങ്കിൽ മജ്ഹൂലായ ഫീല് എന്നും പറയുന്നു. ആവശ്യം കൃത്യമായി മനസ്സിലാക്കാം. ഇനി മജ്ഹൂലായ ഫീലുകളിൽ മഫ്ഊലിനെ ഫായിലിൻ്റെ സ്ഥാനത്ത് നിർത്തപ്പെടും, അപ്പോൾ അതിനിക്ക് നായിബ് ഫായിൽ എന്ന് പറയുന്നു. ഈ നായിബ് ഫായിലിൻ്റെ ഇറാബ് റഫ് ആണ്. ആ വിഷയം, ഇത്ര വിഷയമാണ് ഇവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കുക, ഒരു
ഫീൽ മഅറൂഫായ ഫീലിനെ മജ്ഹൂലാക്കി മാറ്റുന്നത് എങ്ങനെയാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. അത് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. കൈഫ യുജ്അലുൽ ഫീലുൽ മഅറൂഫു മജ്ഹൂലൻ, ഒരു മഅറൂഫായ ഫീലിനെ മജ്ഹൂലാക്കി എങ്ങനെ മാറ്റും എന്നുള്ളത്. അതിൻ്റെ ഉത്തരം അവിടെ കൃത്യമായി ശ്രദ്ധിക്കുക. ഈ പാഠത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ലുമ്മ ഫാ അൽ ഫീലി വക്സിർ മാക്കബൽ ആഹിരി ഫിൽ മാദി. അതായത് ഫീലുകൾ പ്രധാനമായിട്ടും 4 തരത്തിലാണ് വരിക. അപ്പോൾ ഫീലുകൾ മാദി, മുലാരി, അംറി, നഹിയാണ്. ഇതിൽ മാദിയായ ഫീൽ എന്ന് വെച്ചാൽ പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞൊരു കാലം. മുലാരി ഉപയോഗിക്കുക 2 ഫീലുകൾക്ക് ഉപയോഗിക്കും. ഒന്നിപ്പോൾ പ്രസൻറ്റ്, ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യത്തിനിക്ക്, അല്ലെങ്കിൽ ഫ്യൂച്ചർ, ഇനി നടക്കാനിരിക്കുന്ന ഒരു കാര്യത്തിനിക്ക്. അപ്പോൾ പ്രസൻറ്റിന് ഉള്ളതിനിക്ക് അറബിയിൽ ഹാലി എന്നും ഫ്യൂച്ചർ ഉള്ളതിനിക്ക് മുസ്തഖ്ബിൽ എന്ന് പറയും. മൊത്തത്തിൽ നിങ്ങൾ മുലാരി എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഫീലിൻ്റെ ഒന്നാമത്തെ ഇനം മാദി, മറ്റൊന്ന് മുലാരി, പിന്നെ ഒന്ന് അംറി, നഹി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മഅറൂഫായ ഫീലിനെ എങ്ങനെ മജ്ഹൂലാക്കും എന്നുള്ളിടത്ത് മനസ്സിലാക്കേണ്ടത് മാലിയായ ഫീൽ എങ്ങനെയാണ് മഅറൂഫിനെ മജ്ഹൂലാക്കുന്നത്, മുലാരിയായ ഫീൽ എങ്ങനെയാണ് മഅറൂഫിനെ മജ്ഹൂലാക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മാലിയായ ഫീലിൽ മഅറൂഫിനെ മജ്ഹൂലാക്കുന്നത് അതിൻ്റെ ഫാ ഫീലിനിക്ക്, അതായത് തുടക്കമുള്ളതിനിക്ക് ലമ്മും അവസാനം മുമ്പുള്ളതിനിക്ക് കസറും കൊടുക്കുക. ആ മാലിയായ ഫീലിൽ മഅറൂഫിനെ എങ്ങനെയാണ് മജ്ഹൂലാക്കുന്നത്? തുടക്കമുള്ളതിനിക്ക് ലമ്മും അവസാനം മുമ്പുള്ളതിനിക്ക് കസറും കൊടുക്കുക. ആവശ്യം മനസ്സിലാക്കാം. ഉദാഹരണം മാദി ഫതഹ, ഫതഹ മാദി. അതേപോലെ തന്നെ ഖതല, ഖതല കൊന്നു, ഇത് മാദിയായ ഫീലാണ്. അവിടെ കുത്തില, അപ്പോൾ ഫാ ഫീലിനിക്ക് അവിടെ ലമ്മ് കൊടുത്തു, കുത്തില അവസാനം ഉള്ളതിന് കസർ കൊടുത്തു. കുത്തിലാൻ്റെ അർത്ഥം എന്തായി? കൊല്ലപ്പെട്ടു എന്നായി. അപ്പോൾ ഖതല, കുത്തില. ഇനി രണ്ടാമത്തെ വിഷയം എന്ന് വെച്ചാൽ ഒരു മുലാരിയായ ഫീൽ, മുലാരിയായ ഫീലിൻ്റെ അർത്ഥം യക്തുലു, അവൻ കൊല്ലും. അപ്പോൾ ഇത് മഅറൂഫായ ഫീലാണ് യക്തുലു എന്നുള്ളത്. അവൻ കൊല്ലപ്പെടുന്നാകുമ്പോൾ യുക്തലു എന്നാണ്. അപ്പോൾ മുലാറത്തിന്റെ അക്ഷരം, മുലാറത്തിന്റെ അക്ഷരം എന്ന് വെച്ചാൽ മാലിയായ ഫീലിനെ മുലാരിയാക്കാൻ വേണ്ടി ഉപയോഗിച്ച അക്ഷരത്തെയാണ് മുലാറത്തിന്റെ അക്ഷരം എന്ന് പറയാം. അപ്പോൾ മുലാറത്തിന്റെ അക്ഷരം പ്രധാനമായിട്ട് 4 അക്ഷരമാണ്. ഏത്? അത്തൈന. ഈ 4 അക്ഷരത്തെയാണ് ഈ മുലാറത്തിന്റെ അക്ഷരങ്ങളായിട്ട് ഉപയോഗിക്കുക. അത്തൈന, അതായത് ആദ്യം ആവര, അല്ലെങ്കിൽ താവര, അല്ലെങ്കിൽ യാവര, അല്ലെങ്കിൽ നാവര, ഇങ്ങനെ 4 അക്ഷരത്തെയാണ് മുലാറാത്തിന്റെ അക്ഷരങ്ങളായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഒരു മുലാരിയായ ഫീലിൽ എങ്ങനെയാണ് മഅറൂഫിനെ മജ്ഹൂലാക്കുന്നത്? മുലാറാത്തിന്റെ അക്ഷരത്തിനിക്ക്, മുലാറാത്തിന്റെ അക്ഷരം എന്ന് വെച്ചാൽ ആ മുലാരിയായ ഫീലിന്റെ തുടക്കത്തിലുള്ള അക്ഷരം, ആ മുലാറാത്തിന്റെ അക്ഷരത്തിനിക്ക് ലമ്മ് കൊടുക്കുക, അവസാനം മുമ്പുള്ളതിനിക്ക് ഫത്ഹ് കൊടുക്കുക. ഇപ്പോൾ യക്തുലു, ഖതല യക്തുലു എന്നാണ്. അവിടെ യുക്തലു, ആദ്യം ലമ്മ് കൊടുത്തു, അവസാനം മുമ്പുള്ളതിനിക്ക് താ കൊടുത്തു. ഇനി അവസാനം മുമ്പുള്ളത് ഇത് അവിടെ ഫത്ഹ് ആണെങ്കിൽ ആ ഫത്ഹ് തന്നെ കൊടുത്താൽ മതി. കൃത്യമായി ശ്രദ്ധിക്കുക. ഫത്ഹ് ആണെങ്കിൽ അവിടെ ഫത്ഹ് തന്നെ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്നത്തെ പാഠത്തിലൂടെ, ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട വിഷയം ഫീലുകളുടെ ഇനങ്ങൾ, നായിബ് ഫായില്, അതുപോലെ ഒരു മഅറൂഫായ ഫീലിനെ എങ്ങനെ മജ്ഹൂലാക്കാം. അത് മാദിയിലും അതുപോലെ മുലാരിയിലും. മാദിയിൽ എങ്ങനെയാണ് മഅറൂഫിനെ മജ്ഹൂലാക്കുന്നത്? ഫാ ഫീലിനിക്ക് ദമ്മ് കൊടുക്കുക, അവസാനം മുമ്പുള്ളതിനിക്ക് കസ്ർ കൊടുക്കുക. മുലാരിയിൽ എങ്ങനെയാണ്? മുലാറത്തിന്റെ അക്ഷരത്തിനിക്ക് ദമ്മ് കൊടുക്കുക, അവസാനം മുമ്പുള്ളതിനിക്ക് ഫത്ഹ് കൊടുക്കുക. ഇങ്ങനെയാണ് മുലാരിയിൽ മഅറൂഫിനെ മജ്ഹൂലാക്കുന്നത്. ആവശ്യം മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ അരിഹിലത്തു. ഈ പാഠത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക, മഫ്ഊലുൻ ഫീഹി ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, റഹൽത്തു ഇലാ ബഗ്ദാദ ബുക്റത്ത യൗമിൽ ഖമീസ്. അവിടെ യൗമിൽ ഖമീസ് എന്ന് വെച്ചാൽ വ്യാഴാഴ്ച, ബുക്റത്ത എന്ന് വെച്ചാൽ വ്യാഴാഴ്ച നേരത്തെ തന്നെ നമ്മൾ ബഗ്ദാദിലേക്ക് യാത്ര പോയി എന്നാണ്. അതിനുശേഷം പറയുന്നത് നോക്കിക്കോ, ലൈലത്തെ സബ്തി, ശനിയാഴ്ച രാത്രി. അതായത് വദഖൽത്തു ബഗ്ദാദ ലൈലത്തെ സബ്തി, ശനിയാഴ്ച രാത്രി നമ്മൾ അവിടെ പ്രവേശിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്ക്, ബുക്റത്ത നേരത്തെ, രാവിലെ. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇതൊരു സമയമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ലൈലത്തെ രാത്രി എന്ന് പറയുമ്പോൾ ഇതൊരു സമയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇവിടെ നോക്കിക്കോ, അതിനുശേഷം നോക്കിക്കോ, വജലസ്തു, ഞാനിരുന്നു, ഇന്ദ അഹി, എൻ്റെ സഹോദരൻ മജീദ്, എൻ്റെ സഹോദരൻ, അതായത് മജീദിൻ്റെ അടുത്ത്, എൻ്റെ സഹോദരനായ മജീദിൻ്റെ അടുത്ത് ഞാനിരുന്നു. ആ മജീദിൻ്റെ അടുത്തിരിക്കുകയെന്ന് വെച്ചുമ്പോൾ ആ മജീദിൻ്റെ അടുത്ത് എന്നുള്ളത് സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഹൽഫാഹി, എൻ്റെ സഹോദരൻ്റെ പിറകെ, ആ ചോപ്പക്ഷരത്തിൽ എഴുതുന്ന നിങ്ങൾ കണ്ടല്ലോ, ആ ഹൽഫ എന്ന് പറയുമ്പോൾ പിറകെ. ഇപ്പൊ ഹൽഫ എന്നുള്ളത് എന്താണ് അവിടെ സൂചിപ്പിക്കുന്നത്? പിറകെ എന്ന് പറയുമ്പോൾ അവിടെ സൂചിപ്പിക്കുന്നത് അതൊരു സ്ഥലത്തെയാണ്. അപ്പോൾ ഒരു സമയത്തെയോ സ്ഥലത്തെയോ സൂചിപ്പിക്കാം. അപ്പോൾ സമയത്തിന് അറബിയിൽ സമാൻ എന്ന് പറയും, സ്ഥലത്തിന് അറബിയിൽ മക്കാൻ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ സൂചിപ്പിക്കുന്ന ലഫ്ളുകളെയാണ് മഫ്ഊലുൻ ഫീഹി എന്ന് പറയാം. അതായത് മനസ്സിലാക്കുക, മഫ്ഊലുൻ ഫീഹി എന്ന് വെച്ചാൽ ഇസ്മുൻ, ഒരു ഇസ്മാണ്.
യദുല്ലു അതറിയിക്കും അലാ സമാനി വുക്കൂഇൽ ഫീൽ, ഒരു ഫീൽ സംഭവിച്ച ഒരു സമയത്തിൻ്റെ മേൽ അറിയിക്കും. അപ്പൊ നമ്മൾ ബഗ്ദാദിലേക്ക് പോയി, വ്യാഴാഴ്ച രാവിലെ തന്നെ പോയി. അപ്പൊ രാവിലെ എന്നുള്ള ആ സമയത്തിൻ്റെ മേൽ അത് അറിയിക്കുന്നുണ്ട്. അപ്പൊ ബുക്റത്തൻ എന്നുള്ളത് ആ സമയത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണ്. അപ്പോൾ ഒരു ഫീല് സംഭവിച്ച സമയത്തിൻ്റെ മേലിൽ അറിയിക്കുന്ന ഒരു ഇസ്മാണ്. ഔ മക്കാനിഹി, അല്ലെങ്കിൽ ആ ഫീല് സംഭവിച്ച സ്ഥലത്തിന് ഞാൻ ഇരുന്നു, ആരെടുത്ത്? എൻ്റെ സഹോദരൻ്റെ അടുത്ത്. അപ്പൊ പറയുമ്പോൾ അത് എവിടെയാണോ സംഭവിച്ചത് ആ സ്ഥലത്തിൻ്റെ മേൽ അറിയിക്കുന്നു. അപ്പോൾ ഒരു ഫീല് സംഭവിച്ച സമയത്തിൻ്റെയോ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെയോ മേൽ അറിയിക്കുന്നതിനിക്ക് മഫ്ഊലുൻ ഫീഹി എന്ന് പറയുന്നു. അതിനിക്ക് തന്നെ ലർഫും എന്നും പറയപ്പെടും. അപ്പോൾ ലർഫും എന്നും അതിനിക്ക് പറയപ്പെടും. ഈ മഫ്ഊലുൻ ഫീഹിക്ക് തന്നെ ലർഫും എന്നും പറയപ്പെടും. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ലർഫ് പ്രധാനമായിട്ട് രണ്ട് തരത്തിലാണ് വരിക. ഒന്ന് ലർഫ് സമാന്, മറ്റൊന്ന് ലർഫ് മക്കാൻ. അപ്പൊ ലർഫ് സമാൻ എന്ന് വെച്ചാൽ ഈ സമയത്തിന്റെ മേൽ അറിയിക്കുന്നതാണ്. ലർഫ് മക്കാൻ എന്ന് വെച്ചാൽ ഈ സ്ഥലത്തിന്റെ മേലിൽ അറിയിക്കുന്നതാണ്. അപ്പോൾ ലർഫ് സമാൻ ഉദാഹരണമാണ് ഇത് ബുക്റത്തൻ, ലൈലത്തൻ, യൗമ, ഈ പറഞ്ഞതൊക്കെ ലർഫ് സമാൻ ഉദാഹരണമാണ്. പിന്നെ ലർഫ് മക്കാൻ ഉദാഹരണമാണ് ഇന്ത, അടുത്ത്, ഖൽഫ, പിറകെ, ഇങ്ങനെ പറഞ്ഞതൊക്കെ ലർഫ് മക്കാനിന് ഉദാഹരണമാണ്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഈ മഫ്ഊലുൻ ഫീഹി, ഇനി മഫ്ഊലുൻ ഫീഹിക്ക് ഇറാബ് എന്താണ്? മഫ്ഊലുൻ ഫീഹിക്ക് അവിടെ ബുക്റത്തൻ, ലൈലത്തൻ അങ്ങനെയാണ് നമ്മൾ ഓതിയത്. അപ്പൊ അവിടെ എന്താണ് ഇറാബ്? ആ ഇറാബ് നസ്ബാണ്. അപ്പൊ മഫ്ഊലുൻ ഫീഹിക്ക് എന്താണ് ഇറാബ്? നസ്ബ്. നമ്മൾ നേരത്തെ നായിഫായിൽ പറഞ്ഞു, നായിഫായിലേക്ക് ഇറാബ് എന്താണ്? റഫ് ആണ്. മഫ്ഊലുൻ ഫീഹിക്ക് ഇറാബ് എന്താണ്? നസ്ബാണ്. അപ്പൊ നസ്ബ് ചെയ്ത സാധനം എന്താണ്? തൊട്ടു മുമ്പുള്ള ഫീലാണ്. അപ്പൊ മഫ്ഊലുൻ ഫീഹി ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, മഫ്ഊലുൻ ഫീഹി ലർഫ് എന്ന് പറയപ്പെടും. ആ ലർഫ് രണ്ട് തരത്തിലാണ്, ലർഫ് സമാന്, ലർഫ് മക്കാന്. ഈ മഫ്ഊലുൻ ഫീഹിക്ക് ഇറാബ് നസ്ബാണ്. നസ്ബ് ചെയ്യുന്ന സാധനം തൊട്ടു മുമ്പുള്ള ഫീലാണ്. ആ വിഷയം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി അടുത്തത് മഫ്ഊൽ ലഹു. അടുത്ത പാടാണ്, മൂന്നാമത്തെ പാടാണ് മഫ്ഊൽ ലഹു. ഇവിടെ മഫ്ഊൽ ലഹു നോക്ക്, സജദിന നമ്മൾ സുജൂദ് ചെയ്തു, ശുക്രില്ലാഹി അള്ളാഹുവിനിക്ക് നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശുക്ർ ചെയ്തു. അപ്പോൾ ഒരു കാരണത്തിനിക്ക് വേണ്ടി, എന്തെങ്കിലും ഒരു കാരണത്തിനിക്ക് വേണ്ടി ചെയ്തൊരു കാര്യമായിരിക്കും. അപ്പോൾ ആ കാരണത്തെ ബോധിപ്പിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, ആ മഫ്ഊലിനിക്കാണ് മഫ്ഊൽ ലഹു എന്ന് പറയാം. അപ്പോൾ എന്താണ് ഈ മഫ്ഊൽ ലഹു എന്ന് വെച്ചാൽ അവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ആ മഫ്ഊൽ ലഹു എന്ന് വെച്ചാൽ ഒരു മസ്തറാണ്. ഫൽ മഫ്ഊലു ലഹു, മഫ്ഊലു ലഹു എന്ന് വെച്ചാൽ മസ്തറാണ്. യുബയ്യിനു അത് വിശദീകരിക്കും, ഫീല് സംഭവിക്കാനുള്ള ഒരു കാരണത്തെ വിശദീകരിക്കും. അല്ലദി ഖബ്ലഹു അതിന് തൊട്ടു മുമ്പുള്ള ഫീല് സംഭവിക്കാനുള്ള കാരണത്തെ വിശദീകരിക്കും. അതും നസ്ബാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സജദിന നമ്മൾ സുജൂദ് ചെയ്തു, നമ്മൾ സുജൂദ് ചെയ്തു. ആ സുജൂദ് ചെയ്യാനുള്ള കാരണം എന്താണ്? ശുക്രലില്ലാഹി അള്ളാഹുവിനിക്ക് നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ശുക്രൻ നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ഈ സജദിന ഈ സുജൂദ് ചെയ്യാനുള്ള കാരണമാണ് ശുക്രൻ എന്നുള്ളത്. അപ്പൊ ഈ ശുക്രൻ എന്നുള്ളത് എന്തിനെയാണ് ഇവിടെ വ്യക്തമാക്കിയത്? തൊട്ടു മുമ്പിൽ സുജൂദ് ചെയ്യുക എന്നുള്ള ഒരു കാരണത്തെയാണ് ശുക്രൻ എന്നുള്ള പദം ഇവിടെ വ്യക്തമാക്കിയത്. അപ്പൊ ശുക്രൻ എന്നുള്ളത് ഇത് ഇങ്ങനെയുള്ളതിനിക്ക് അറബിയിൽ മസ്തർ, മസ്തർ എന്ന് വെച്ചാൽ ഏതൊരു സാധനവും ഏതൊരു വേർഡും അതിന്റെ സോഴ്സ്, അതിന്റെ ഉത്ഭവിക്കുന്ന സ്ഥലമാണ് മസ്തർ. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിഷയങ്ങളുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. മസ്തർ എന്ന് വെച്ചാൽ ആ മൊത്തത്തിൽ അതിന്റെ ഏറ്റവും ഉത്ഭവം. അപ്പൊ ഒരു പ്രവർത്തനം, ഒരു നന്ദി പ്രകടനം, അങ്ങനെയുള്ള ഇതൊക്കെ സൂചിപ്പിക്കാനുള്ളതാണ്. ഒരു സോഴ്സാണ് യഥാർത്ഥത്തിൽ മസ്തർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കാം. അപ്പൊ മഫ്ഊൽ ലഹു എന്ന് വെച്ചാൽ തൊട്ടു മുമ്പുള്ള ഫീലിന്റെ കാരണത്തെ വ്യക്തമാക്കുന്ന മസ്തറിനിക്കാണ് മഫ്ഊൽ ലഹു എന്ന് പറയാം. അപ്പൊ മഫ്ഊൽ ലഹു എന്ന് വെച്ചാൽ ഇവിടെ ശുക്ർ എന്നുള്ളത് മഫ്ഊൽ ലഹു. ആ ശുക്ർ എന്നുള്ളത് എന്തിനെ വ്യക്തമാക്കുന്നു? സുജൂദ് ചെയ്യാനുള്ള കാരണത്തെ വ്യക്തമാക്കുന്നു. അപ്പൊ തൊട്ടു മുമ്പുള്ള ഫീലിന്റെ കാരണത്തെ വ്യക്തമാക്കുന്ന മസ്തറിനിക്കാണ് മഫ്ഊലുൽ ലഹു എന്ന് പറയാ. ആ മഫ്ഊൽ ലഹുവിനിക്ക് ഇറാബ് എന്തായിരിക്കും? നസ്ബായിരിക്കും. മഫ്ഊൽ ലഹുവിനിക്ക് ഇറാബ് എന്തായിരിക്കും? നസ്ബായിരിക്കും. അപ്പൊ നേരത്തെ ആദ്യം പറഞ്ഞു നായിഫായിൽ, നായിഫായിനിക്ക് ഇറാബ് എന്താണ്? റഫ് ആണ്. ശേഷം പറഞ്ഞു മഫ്ഊലുൻ ഫീഹി, മഫ്ഊലുൻ ഫീഹിക്ക് ഇറാബ് എന്താണ്? നസ്ബാണ്. ഇപ്പൊ പറഞ്ഞത് മഫ്ഊൽ ലഹു, മഫ്ഊൽ ലഹുവിനിക്ക് ഇറാബ് എന്താണ്? അതും നസ്ബ് തന്നെയാണ്. ആവശ്യം കൂടി മനസ്സിലാക്കാം. ഞാൻ വേഗം പറഞ്ഞു പോവാണ്. നിങ്ങൾക്ക് കിതാബുകളൊക്കെ നോക്കി മറ്റു വിഷയങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. അതിലുള്ള ബൈത്തുകൾ പഠിക്കണം, ബൈത്തുകൾ കൃത്യമായി പഠിക്കണം. അത് പരീക്ഷയിൽ ചോദിക്കും, ഓരോ ബൈത്തുകളും. അത് ചിലപ്പോൾ പൂരിപ്പിക്കാനൊക്കെ വരും. ബൈത്തുകൾ പഠിക്കണം. അതുപോലെ അവിടെ മലയാളം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അറബി നമ്മളോട് ചോദിക്കുന്നുണ്ട്. ആ കിതാബിൽ കൊടുത്ത അറബിയിൽ, അതായത് നുഅരിബ് എന്ന് പറഞ്ഞിട്ട് അറബിയാക്കാന്നുള്ള ഒരു പദപ്രയോഗമൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിക്കണം. ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ള ആശയം മനസ്സിലാക്കാനുള്ള
ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ മൊത്തം എല്ലാം പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഇതിൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പോവാണ്. അറബിയൊക്കെ ഈ പാഠം കണ്ടതിന് ശേഷം നിങ്ങൾ പഠിക്കണം. ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളത് ഈസിയായി പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ നായിഫായിൽ പഠിച്ചു, മഫ്ഊലും ഫീഹി പഠിച്ചു, അതുപോലെ തന്നെ മഫ്ഊൽ ലഹു പഠിച്ചു. ഇനി അടുത്തത് ഈ സല്ലൈത്തു റക്കാഅത്തൈനി, സല്ലൈത്തു ഞാൻ നിസ്കരിച്ചു, റക്കാഅത്തൈനി 2 റക്കാഅത്ത് നിസ്കാരം ഞാൻ നിസ്കരിച്ചു. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്നത് മഫ്ഊലും മുത്തലക്കാണ് ഈ പാഠത്തിലൂടെ പറയുന്നത്. അപ്പോൾ മഫ്ഊൽ മുത്തലക്ക്, ഈ മഫ്ഊൽ മുത്തലക്ക് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു മഫ്ഊൽ ലഹു പറഞ്ഞു, മഫ്ഊൽ ലഹു പറഞ്ഞു അതൊരു മസ്തറാണ്. മഫ്ഊൽ ലഹു എന്ന് വെച്ചാൽ എന്താണ്? മസ്തറാണ്. തൊട്ടു മുമ്പുള്ള ഫീലിന്റെ കാരണത്തെ വ്യക്തമാക്കുന്ന മസ്തറിനിക്കാണ് മഫ്ഊൽ ലഹു എന്ന് പറയാം. എന്നാൽ മഫ്ഊൽ മുത്തലക്ക് എന്ന് വെച്ചാൽ, മഫ്ഊൽ മുത്തലക്ക് എന്ന് വെച്ചാൽ എന്താണ്? കൃത്യമായി മനസ്സിലാക്കാം. മസ്തറുൻ, ഇതൊരു മസ്തറാണ്. ദുഃഖിറ പറയപ്പെട്ടു, ബായദ ഫീലിഹി ആ ഫീലിനിക്ക് ശേഷം പറയപ്പെട്ടു, ലിബയാനി അതായത് ഒരു ഫീലിനിക്ക് ശേഷം പറയപ്പെടുന്ന മസ്തറാണ്. അത് ഈ മസ്തർ വരുന്നത് 3 കാരണത്തിനേക്കായിരിക്കും. ഒന്നിരിക്കൽ അതിൻ്റെ എണ്ണത്തെ വ്യക്തമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഫീലിന്റെ ഇനത്തെ വ്യക്തമാക്കാൻ വേണ്ടി. നൗ എന്ന് വെച്ചാൽ ഇനത്തെ, എന്തൊരു ടൈപ്പ് പ്രവർത്തനമാണ് ചെയ്തത് എന്നുള്ള ആ ഇനത്തെ വ്യക്തമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ലി തൗക്കീദി അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി, വളരെ ശക്തമായി ഞാൻ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അതിൻ്റെ എണ്ണത്തെ വ്യക്തമാക്കാൻ വേണ്ടി. അതായത് മഫ്ഊലുൻ മുത്തലക്ക് എന്ന് വെച്ചാൽ ഒരു ഫീലിൻ്റെ എണ്ണത്തെയോ ഇനത്തെയോ അതിനെ ശക്തിപ്പെടുത്തലിനെയോ വ്യക്തമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മസ്ദറാണ് മഫ്ഊലു മുത്തലക്ക്. എന്താണ് മഫ്ഊലു മുത്തലക്ക്? ഒരു ഫീലിൻ്റെ ഇനത്തെയോ ശക്തിപ്പെടുത്തലിനെയോ അല്ലെങ്കിൽ എണ്ണത്തെയോ വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്ന മസ്ദറിനിക്കാണ് മഫ്ഊലു മുത്തലക്ക് എന്ന് പറയാം. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഇനത്തെ വ്യക്തമാക്കാന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ഉദാഹരണം നോക്കാം. ലാ തഖൂദ് നീ ഇരിക്കരുത്, കുഊദൽ കൽബി ഒരു നായയുടെ ഇരുത്തം ഇരിക്കരുത്. അപ്പോൾ കുഊദ എന്ന് പറയുന്നത് ഒരു മസ്തറാണ്. ആ മസ്തർ എന്തിനെ വ്യക്തമാക്കുന്നു? നായയുടെ ഇരുത്തം. അത് ആ ഇരുത്തത്തിൻ്റെ ഒരു മോഡലാണ് നായയുടെ ഇരുത്തം. ആ ഇരുത്തം നീ ഇരിക്കരുത് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ കുഊദൽ കൽബി നായയുടെ ഇരുത്തം, ആ ഇരുത്തത്തിൻ്റെ ഒരു മോഡൽ. ആ നായയുടെ ഇരുത്തം എന്ന് പറയുമ്പോൾ ആ ഇരുത്തത്തിൻ്റെ ഒരു മോഡൽ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുഊദ എന്ന് ഉപയോഗിച്ചത്. അപ്പോൾ ഈ ഇരിക്കരുതെന്ന് പറഞ്ഞല്ലോ, എങ്ങനെയുള്ള ഇരുത്തം ഇരിക്കരുത്, ആ ഇരുത്തത്തിന്റെ രൂപം വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുഊദ എന്ന് ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ എന്തിനാണ് ഈ കുഊദ എന്ന് ഉപയോഗിച്ചത്? ഫീലിന്റെ ഇനത്തെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് കുഊദ എന്ന് ഉപയോഗിച്ചത്. അത് മസ്തറാണ്. ഒപ്പം ഇതെന്താണ്? ഈ കുഊദ എന്നുള്ളത് മഫ്ഊലു മുത്തലക്കാണ്. മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ എനിക്ക് ഉദാഹരണം, ലറബ്തുഹു ഞാൻ അവനെ അടിച്ചു, ലർബൻ ശക്തമായ അടി അടിച്ചു എന്നുള്ളതാണ്. ലറബ്തുഹു ലർബൻ എന്ന് വെച്ചാൽ ഞാൻ അവനെ അടിച്ചു, ലറബ്തു ഞാൻ അടിച്ചു, ഹു അവനെ, ലർബൻ ശക്തമായ അടി അടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ലർബൻ എന്ന് വെച്ചാൽ തൗക്കീദിന് വേണ്ടിയാണ്, അത് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ലർബൻ എന്നുള്ളത് ഉപയോഗിച്ചത്. അപ്പോൾ ഈ ലർബൻ എന്നുള്ളത് എന്താണ്? മസ്തറാണ്. ഈ മസ്തർ മഫ്ഊൽ മുത്തലക്കാണ്. ഇത് ഉപയോഗിച്ചത് എന്തിനാണ്? ശക്തിപ്പെടുത്താൻ, ആ തൊട്ട് മുമ്പുള്ള ഫീലിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. ഇനി മൂന്നാമത്തെ നിങ്ങൾക്ക് ഉദാഹരണം നോക്കിക്കോ. സജത്തു ഞാൻ സുജൂദ് ചെയ്തു, സജിദത്തൈനി 2 സുജൂദ് ചെയ്തു. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? അതതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്, എണ്ണത്തെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഇവിടെ ഉള്ളത് മനസ്സിലാക്കുക, എണ്ണത്തെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതും എന്താണ്? ഇവിടെ പറഞ്ഞ സജിദത്തൈനി ഇതൊക്കെ എന്താണ്? മസ്തറാണ്. ഒപ്പം എന്താണ്? മഫ്ഊലും മുത്തലക്കാണ്. മനസ്സിലാക്കാം. അപ്പോൾ മഫ്ഊൽ മുത്തലക്കാണ്. അപ്പോൾ മഫ്ഊൽ മുത്തലക്ക് എന്ന് വെച്ചാൽ തൊട്ടു മുമ്പുള്ള ഫീലിന്റെ ഇനത്തെയോ അതിനെ ശക്തിപ്പെടുത്തലിനെയോ അതിൻ്റെ എണ്ണത്തെയോ വിശദീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മസ്തറിനിക്കാണ് മഫ്ഊൽ മുത്തലക്ക് എന്ന് വെച്ച് പറയുക. അതായത് മഫ്ഊൽ മുത്തലക്ക് എന്ന് വെച്ചാൽ മസ്തറുൻ ഇതൊരു മസ്തറാണ്. ദുഃഖിറ ബഅദ ഫീലി അതിൻ്റെ ഫീലിനിക്ക് ശേഷം അത് പറയപ്പെട്ടു. ലിബയാനി നൗഇൽ ഫീലി ഫീലിന്റെ ഇനത്തെ വിശദീകരിക്കാൻ വേണ്ടി, ഔ ലി തൗക്കീദിൻ അല്ലെങ്കിൽ അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി, ഔ അല്ലെങ്കിൽ ലിബയാനി അദദിഹി അതിൻ്റെ എണ്ണത്തെ വിശദീകരിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാം. ഇനി മഫ്ഊൽ മുത്തലക്ക്, ഈ മഫ്ഊൽ മുത്തലക്കിന്റെ ഇറാബ് എന്താണ്? മഫ്ഊൽ മുത്തലക്കിന് ഇറാബ് നസ്ബാണ്. ആദ്യം പറഞ്ഞ നായിബ് ഫായിലിന് ഇറാബ് റഫ്, രണ്ടാമത് പറഞ്ഞ മഫ്ഊലും ഫിഹി ഇറാബ് നസ്ബ്, ശേഷം പറഞ്ഞ മഫ്ഊൽ ലഹുവിന് ഇറാബ് നസ്ബ്, ഇപ്പോൾ പറഞ്ഞ മഫ്ഊൽ മുത്തലക്കിന് ഇറാബും നസ്ബാണ്. ആ വിഷയം പ്രത്യേകം മനസ്സിലാക്കാം. ഇനി അഞ്ചാമത്തെ പാഠം മക്ക വൽ മദീന, അതായത് മക്കത്തു വൽ മദീനത്തു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പറയുന്നത് അത്ഫാണ്. അപ്പോൾ ഇവിടെ അത്ഫ് മഅ്തൂഫാണ് പറയുന്നത്. അത്ഫ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ
അനസും ജബ്ബാറും എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ ഉപയോഗിക്കും? അനസ് ആൻഡ് ജബ്ബാർ, ആൻഡ് അവനും എന്നുള്ള ചേർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അതുപോലെ ഒന്നിനെ കൂട്ടിയിട്ട് മറ്റൊന്നിനെ കൂട്ടി പറയാം. ഇങ്ങനെയുള്ളതിനേക്കാണ് അത്ഫ് എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അനസുൻ വ ജബ്ബാർ എന്നാണ് അറബിയിൽ പറയാം. അപ്പോൾ അനസും ജബ്ബാറും ഇങ്ങനെയുള്ളതിനേക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതിനേക്കാണ് അത്ഫ് മഅ്തൂഫ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് മഅ്തൂഫ്, മഅ്തൂഫുൻ അലൈഹി, മറ്റൊന്ന് ആതിഫ്. അതായത് ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ മക്കത്തു വൽ മദീനത്തു, മക്കയും മദീനയും. ഇവിടെ മക്ക എന്നുള്ളതിൻ്റെ മേൽ അത്ഫ് ചെയ്യപ്പെട്ടതാണ് മദീന എന്നുള്ളത്. അപ്പോൾ മക്ക എന്നുള്ളത് എന്താണ്? മഅ്തൂഫുൻ അലൈഹി ആണ്. എന്തിൻ്റെ മേൽ അത്ഫ് ചെയ്യപ്പെട്ടു? അതിനേക്ക് ആദ്യം പറഞ്ഞതിനേക്ക് മഅ്തൂഫുൻ അലൈഹി എന്ന് പറയുന്നു, രണ്ടാമത് പറഞ്ഞതിനേക്ക് മഅ്തൂഫ് എന്ന് പറഞ്ഞു. ഇനി ഇവിടെ അത്ഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് എന്താണ്? വാവ് എന്ന് പറയുന്ന അക്ഷരമല്ലേ, ആ അക്ഷരത്തിനേക്ക് ആതിഫ് എന്നാണ് പറയുക. അത് വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത്ഫിൻ്റെ അക്ഷരങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ ഒന്ന് അത്ഫിൻ്റെ അക്ഷരങ്ങൾ എത്രയാണ്, ഏതൊക്കെയാണ്. അപ്പോൾ ഹുറൂഫുൽ അത്ഫി, അത്ഫിൻ്റെ അക്ഷരങ്ങൾ അഷറത്തുൻ 10 എണ്ണമാണ്. ഏതാണ്? ഔ, ബൽ, ഹത്ത, ഫാഉൻ, വാവുൻ, ലാക്കിൻ, സുമ്മ, അം, ഇമ്മ, ല. ഈ 10 അക്ഷരങ്ങളെയാണ് അത്ഫിൻ്റെ അക്ഷരങ്ങളായിട്ട് പറയാം. അപ്പോൾ ഈ 10 അക്ഷരങ്ങൾ എല്ലാവരും പഠിക്കണം. ഏത്? ഔ, ബൽ, ഹത്ത, ഫാഉൻ, വാവുൻ, ലാക്കിൻ, സുമ്മ, അം, ഇമ്മ, ല. ഇങ്ങനെയുള്ള 10 അക്ഷരങ്ങളാണ് അത്ഫിൻ്റെ അക്ഷരങ്ങൾ. ഈ 10 അക്ഷരങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കണം. അത്ഫിൻ്റെ അക്ഷരങ്ങൾ എത്രയാണെന്ന് പഠിക്കണം, ഏതൊക്കെയാണെന്നുള്ളത് ഈ പാഠത്തിൽ പഠിക്കണം. ഇനി അതേപോലെ തന്നെ ആതിഫ്, ഈ അക്ഷരങ്ങൾക്കാണ് ആതിഫ് എന്ന് പറയുക. ഈ അക്ഷരങ്ങൾക്ക് മുമ്പുള്ളതിനേക്ക് മഅ്തൂഫുൻ അലൈഹി എന്നുള്ളതും ശേഷമുള്ളതിനേക്ക് മഅ്തൂഫുൻ എന്നും പറയും. ഇനി ഈ മഅ്തൂഫുൻ അലൈഹിക്ക് എന്ത് ഇറാബാണോ ഉള്ളത് അതേ ഇറാബാണ് മഅ്തൂഫിനിക്കും കൊടുക്കുക എന്നുള്ള വിഷയം കൂടി നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനി 6ാമത്തെ പാഠത്തിൽ പറയുന്നത് മുലാഫും മുലാഫുൻ ഇലൈഹിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നോക്ക്, കലാമുല്ലാഹി, അള്ളാഹുവിൻ്റെ കലാം, കലാമുല്ലാഹി അള്ളാഹുവിൻ്റെ കലാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുലാഫുൻ മുലാഫുൻ ഇലൈഹി. അപ്പോൾ ഇവിടെ ആദ്യത്തതിനെ ആദ്യം രണ്ടാമതിലേക്ക് ചേർക്കപ്പെടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യമുള്ളതിനേക്ക് രണ്ടാമതിലേക്ക് ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കലാമുല്ലാഹി, അള്ളാഹുവിൻ്റെ കലാം എന്ന് പറയുമ്പോൾ ഈ കലാമി എന്നുള്ളതിനേക്ക് മുലാഫും അള്ളാഹി എന്നുള്ളതിനേക്ക് മുലാഫുൻ ഇലൈഹി എന്നും പറയും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കിതാബു ജബ്ബാരി, ജബ്ബാറിൻ്റെ കിതാബ്, കിതാബു ജബ്ബാരിൻ, ജബ്ബാറിൻ്റെ കിതാബ് എന്ന് പറയുമ്പോൾ ഈ കിതാബ് എന്ന് പറയുന്നത് മുലാഫാണ്, ജബ്ബാരിൻ എന്ന് പറയുന്നത് മുലാഫുൻ ഇലൈഹിയാണ്. അപ്പോൾ ആദ്യമുള്ളതിനെ മുലാഫ് എന്നും രണ്ടാമതുള്ളതിനെ മുലാഫുൻ ഇലൈഹി എന്നും പറയുന്നു. അപ്പോൾ ആദ്യമുള്ളതിനെ രണ്ടാമതിലേക്ക് ചേർക്കപ്പെടും. അപ്പോൾ ആദ്യമുള്ളതിനെ മുലാഫ് എന്നും രണ്ടാമതുള്ളതിനെ മുലാഫുൻ ഇലൈഹി എന്നും പറയുന്നു. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയം ഒന്ന് ആദ്യമുള്ളതാണ് മുലാഫ്, രണ്ടാമത് ഉള്ളത് മുലാഫുൻ ഇലൈഹിയാണ്. മറ്റൊന്ന് മനസ്സിലാക്കുക, ഇവിടെ മുലാഫുൻ ഇലൈഹിക്ക് ഇറാബ് ജറാണ്. അപ്പോൾ മുലാഫുൻ ഇലൈഹി എന്താണ്? മജ്റൂറാണ്. മുലാഫുൻ ഇലൈഹിക്ക് ഇറാബ് എന്താണ്? ജറാണ്. ആ വിഷയം നമ്മൾ മനസ്സിലാക്കുക. ഇനി മുലാഫിൽ നിന്ന് ചിലത് നമ്മൾ കളയപ്പെടും. എന്തൊക്കെയാണ് മുലാഫിൽ നിന്ന് കളയപ്പെടുക? ഒന്ന് വയുഹുസഫു തൻവീനു, ആ മുലാഫിൽ നിന്ന് തൻവീനെ കളയപ്പെടും. അപ്പോൾ ഒരിക്കലും കലാമുൻ എന്ന് പറയൂല, കലാമുല്ലാഹി എന്നേ പറയും. അവിടെ തൻവീൻ ഉണ്ടാവില്ല, തൻവീനെ മുലാഫിൽ നിന്ന് കളയപ്പെടും. അതുപോലെ തസ്നിയയുടെ നൂനെയും ജംഇന്റെ നൂനെയും കളയപ്പെടും. ആ മുലാഫിൽ നിന്ന് കളയപ്പെടുന്നത് തൻവീന് കളയപ്പെടും, തസ്നിയയുടെ നൂനെ കളയപ്പെടും. അതുപോലെ ജംഇന്റെ നൂനെയും മുലാഫിൽ നിന്ന് കളയപ്പെടും. ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അടുത്തത് ഷഹറുൻ മുബാറക്കുൻ. ഈ പാഠത്തിൽ പ്രധാനമായും പറയുന്നത് ജമ്മു മുദക്കർ സാലിമിനെ പറ്റിയും ജമ്മു മുഅന്നസ് സാലിമിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ അതായത് ഒരു അറബിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫീല് ഉള്ള വിഷയമൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ഈ ഫീൽ എന്ന് വെച്ചാൽ വെർബാണ്. അതേപോലെ തന്നെ നൗണിക്ക് അറബിയിൽ പറയാം ഇസ്മ എന്നാണ്. നൗണിക്ക് അറബിയിൽ പറയാം ഇസ്മ എന്നാണ്. അപ്പോൾ മുസ്ലിം എന്ന് പറയുമ്പോൾ അതൊരു നൗണാണ്, അതായത് ഇസ്മാണ് അറബിയിൽ. ഈ മുസ്ലിം എന്നുള്ളത് അത് ഒരു മുസ്ലിമായ പുരുഷൻ എന്നുള്ള അർത്ഥത്തിൽ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് മുസ്ലിം, അങ്ങനെ പുരുഷനിക്ക് അറബിയിൽ മുദക്കർ മെയിൽ എന്നുള്ള ഇതിലേക്ക് വരുമ്പോൾ അത് മുദക്കർ എന്ന് പറയും. അത് വേർഡ് ഒരു മുദക്കറായ വേർഡായിരിക്കും. ഇനി അതായത് ഇസ്മ മുദക്കറായ ഇസ്മായിരിക്കും. ഇനി മുസ്ലിമത്ത് അതൊരു മുസ്ലിമായ സ്ത്രീ എന്ന അർത്ഥത്തിൽ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അതിനേക്ക് മുഅന്നസ് എന്ന് പറയും. ഇപ്പോൾ ജബ്ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുദക്കറാണ്. ഫാത്തിമ എന്ന് പറഞ്ഞാലോ അത് മുഅന്നസാണ്. ആ വിഷയം മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ മുദക്കറുണ്ട്, മുഅന്നസ് ഉണ്ട്. മുദക്കർ എന്ന് വെച്ചാൽ പുല്ലിംഗം, പുരുഷ ലിംഗത്തിനേക്കാണ് മുദക്കർ എന്ന് വെച്ചാൽ.
സ്ത്രീലിംഗത്തിനിക്കാണ് മുഅന്നസ് എന്ന് പറയാം. അത് വേർഡിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം. മുസ്ലിം എന്നുള്ളത് മുദക്കറാണ്, മുസ്ലിമത്ത് എന്ന് പറയുന്നത് മുഅന്നസാണ്. ഇനി ജം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ 3 കാര്യം മനസ്സിലാക്കാം. മുഫ്രദ് എന്ന് വെച്ചാൽ എന്താണ്? വഹ്ദാൻ എന്ന് വെച്ചാൽ ഒറ്റ ഒന്നേ ഉള്ളൂ, അതിനേക്കാണ് വഹ്ദാൻ എന്ന് പറയാം. ഇനി തസ്നിയ എന്ന് വെച്ചാൽ 2 എണ്ണം. ഇപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ സിംഗുലറും പ്ലൂറലും മാത്രമേ പറയൂ. ഏകവചനവും ബഹുവചനവും സിംഗുലറും പ്ലൂറലും മാത്രമാണ് ഇംഗ്ലീഷിൽ പറയാം. പക്ഷെ അറബിയിൽ, മലയാളത്തിൽ അങ്ങനെ തന്നെയാണ്, പക്ഷെ അറബിയിൽ നമ്മൾ 3 കാര്യങ്ങൾ പറയും. ഒന്ന് മുഫ്രദ് എന്ന് വെച്ചാൽ വഹ്ദാൻ ഏകവചനം. മറ്റേ തസ്നിയ എന്ന് വെച്ചാൽ 2 ഉള്ളതിനെ സെപ്പറേറ്റ് ആയിട്ട് അറബിയിൽ കൊണ്ടുവരും. പിന്നെ ഒന്ന് ജം, 2ൽ കൂടുതലുള്ളതിനെ ജം ബഹുവചനായിട്ട് കൊണ്ടുവരും. ഇപ്പോൾ ഉദാഹരണം മുസ്ലിം എന്ന് വെച്ചാൽ ഒരു മുസ്ലിം, മുസ്ലിമാന്ന് വെച്ചാൽ 2 മുസ്ലിമീങ്ങൾ, മുസ്ലിം എന്ന് വെച്ചാൽ 2-ലധികം, അത് 3-ഓ 3-ലധികമോ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് മുസ്ലിമൂന എന്ന് നമ്മൾ ഉപയോഗിക്കും, മനസ്സിലാക്കാം. അപ്പോൾ ജം എന്ന് വെച്ചാൽ 3-ഓ 3-ലധികമോ ഉള്ളത്, അതായത് 2-ലധികമുള്ള ഒരു സാധനത്തിനൊക്കെ ജം എന്നാണ് പറയാം. അപ്പോൾ ജമ്മു മുദക്കർ സാലിം ഉണ്ട്, ജമ്മു മുഅന്നസ് സാലിം എന്നുണ്ട്. ആ മുസ്ലിം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അത് ഇത് മുദക്കറായ വേർഡാണെന്ന് പറഞ്ഞു, അതുപോലെ മുഫ്രദായ വേർഡുമാണ്. അതിൻ്റെ മുദക്കർ സാലിം എങ്ങനെയാണ്? മുസ്ലിമൂന എന്നാണ്. അപ്പോൾ മുസ്ലിമൂന എന്നായി. ആ മുസ്ലിമൂന എന്ന് പറയും. മുസ്ലിം എന്ന് പറയുന്ന അതിൻ്റെ വഹ്ദാൻ, അതിൻ്റെ മുഫ്രദായ വേർഡ് അതേപോലെ ഉണ്ട്, ഒപ്പം അവിടെ വാവും നൂനും നമ്മൾ കൂട്ടിച്ചേർത്ത് പറയാണ് ചെയ്യുന്നത്. അപ്പോൾ വഹ്ദാനെ അതേപോലെ ബാക്കിയാക്കി നമ്മൾ പറയുമ്പോൾ അവിടെ അതിനിക്ക് ജമ്മ് മുദക്കർ സാലിം എന്നാണ് പറയാം. ഇനി ഇപ്പുറത്ത് മുസ്ലിമാത്തുൻ എന്നാണ് പറയാം. മുസ്ലിമത്ത് എന്ന് വെച്ചാൽ ഒരു മുസ്ലിം സ്ത്രീ, മുസ്ലിമാത്ത് എന്ന് വെച്ചാൽ ഒരുപാട് മുസ്ലിം സ്ത്രീകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ അലിഫും താവുമാണ് നമ്മൾ കൂട്ടി പറയാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ജമ്മു മുദക്കർ സാലിമും ജമ്മു മുഅന്നസ് സാലിമും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണ് ഇവിടെ ജമ്മു മുദക്കർ സാലിം, എന്താണ് ജമ്മു മുഅന്നസ് സാലിം. അപ്പോൾ സാലിമായ ജമ്മു എന്ന് വെച്ചാൽ വഹ്ദാനെ അതേപോലെ ബാക്കിയാക്കിയിട്ട് കൊണ്ടുവരുന്ന ജംഇനിക്കാണ്. വഹ്ദാൻ സലാമത്താകലോടെ കൂടെയുള്ള ജംഇനിക്കാണ് അവിടെ സാലിമായ ജം എന്ന് പറയാം. അതായത് ജം മുദക്കർ സാലിം എന്ന് വെച്ചാൽ ഒന്നാണ്, ദല്ല അല അക്സറ മിൻ ഇസ്നൈനി 2-നേക്കാളും അധികമുള്ള ഒന്നിന്റെ മേൽ അറിയിക്കുന്നതാണ്. മാ സലാമത്തി ബിനായി മുഫ്രദിഹി അതിന്റെ മുഫ്രദ് അതേപോലെ ഉണ്ടാകലോടെ കൂടെ 2-നേക്കാളും അധികമുള്ളതിനെ അറിയിക്കലിനിക്കാണ് ജമ്മു മുദക്കർ സാലിം എന്ന് പറയാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ജമ്മു മുദക്കർ സാലിമിനിക്ക് എങ്ങനെയാണ് റഫ്, എങ്ങനെയാണ് ജറ്, എങ്ങനെയാണ് നസ്ബ്. അതേപോലെ ജമ്മു മുഅന്നസ് സാലിമിനിക്ക് എങ്ങനെയാണ് റഫ്, എങ്ങനെയാണ് ജറ്, എങ്ങനെയാണ് നസ്ബ്. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ ജമ്മു മുദക്കർ സാലിമിനിക്ക് റഫ് നൽകപ്പെടും വാവ് കൊണ്ടാണ്, മൂന എന്നാണ് പറയാ. നസ്ബ് നൽകപ്പെടുന്നത് യാ കൊണ്ടാണ്, തൊട്ട് മുമ്പുള്ളതിനിക്ക് കസ്ർ നൽകലോടെ കൂടെയുള്ള യാ കൊണ്ടാണ്. അപ്പോൾ മുസ്ലിമുൻ എന്നുള്ളതിൻ്റെ ജമ്മു മുദക്കർ സാലിം റഫ് ആണെങ്കിൽ മുസ്ലിമൂന എന്നാണ് പറയാ. അവിടെ നസ്ബോ ജറോ ആണെങ്കിൽ മുസ്ലിമീന എന്നാണ് പറയാം. അപ്പോൾ തൊട്ട് മുമ്പുള്ളതിനിക്ക് എന്ത് കൊടുത്തു? കസ്ർ കൊടുത്തു, പിന്നെ യാ കൊടുക്കും, അപ്പോൾ മുസ്ലിമീന. അപ്പോൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ജമ്മു മുദക്കർ സാലിമിനിക്ക് റഫ് നൽകപ്പെടാ വാവ് കൊണ്ടാണ്, നസ്ബും ജറും നൽകപ്പെടുന്നത് യാ കൊണ്ടാണ്. ഇനി അടുത്തത് ജമ്മു മുഅന്നസ് സാലിം. ജമ്മു മുഅന്നസ് സാലിം എന്ന് വെച്ചാൽ മുസ്ലിമത്തിൻ്റെ അടുത്ത് മുസ്ലിമാത്തുൻ എന്നാണ്, മുസ്ലിമാത്തുൻ എന്നാണ്. അപ്പോൾ ഇവിടെ മുസ്ലിമാത്തുൻ എന്ന് പറയപ്പെടുമ്പോൾ ഇവിടെ മനസ്സിലാക്കാം, ഇവിടെ റഫ് നൽകപ്പെടാ ഈ തായിനിക്ക് ദമ്മു കൊണ്ടാണ്, അപ്പോൾ മുസ്ലിമത്തിൻ്റെ അടുത്ത് മുസ്ലിമാത്തുൻ. ഇനി ഇവിടെ നസ്ബ് നൽകപ്പെടാ ജറു നൽകപ്പെടാ തായിനിക്ക് കസ്ർ കൊണ്ടാണ്, ആ മുസ്ലിമാത്തിൻ എന്നുള്ളതാണ് നസ്ബിനെയും ജറിനെയും. ഇത്രമാത്രം. ജമ്മു മുദക്കർ സാലിമിൽ റഫ് വാവ് കൊണ്ടാണ്, നസ്ബും ജറും യാ കൊണ്ടാണ്. ജമ്മു മുഅന്നസ് സാലിമിൽ റഫ് തായിനിക്ക് ദമ്മു കൊണ്ടാണ്, നസ്ബും ജറും തായിനിക്ക് കസ്ർ കൊണ്ടാണ്. ആവശ്യം മനസ്സിലാക്കാം. ഇനി അതിൻ്റെ മുഫ്രദിൻ്റെയും ജമ്മിൻ്റെ ഒക്കെ ഉദാഹരണം കിതാബിൽ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് പഠിക്കാം. ഇനി 8ാമത്തെ പാഠം ലമീറുകളെ പറ്റിയിട്ടാണ് 8ാമത്തെ പാഠത്തിൽ പറയുന്നത്. അതായത് ലമീറുകളെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും 2 ലമീറുണ്ട്. അപ്പോൾ ലമീർ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാം, ഈ നൗണിന് പകരം നമ്മൾ ഒരു പേര് ഉപയോഗിക്കുന്ന പകരം പ്രൊണൗൺ ഉപയോഗിക്കും, പേരിന് പകരം ഉപയോഗിക്കാം. അങ്ങനെയുള്ളതിനേക്കാണ് ലമീർ എന്ന് പറയാം. അപ്പോൾ മനസ്സിലാക്കാം, ഇവിടെ ലമീർ 2 തരത്തിലാണുള്ളത്. മുൻഫസിലായ ലമീർ ഉണ്ട്, മുത്തസിലായ ലമീർ ഉണ്ട്. മുൻഫസിലായ ലമീർ എന്ന് വെച്ചാൽ ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന, അൻത അൻതുമാ അൻതും, അൻതി അൻതുമാ അൻതുന്ന, അന നഹിനു. ഇത്ര വരുന്നതാണ് മുൻഫസിലായ ലമീർ. ഇനി മുത്തസിലായ ലമീർ ആകുമ്പോൾ ആ വേർഡിനോട് ചേർത്തിട്ട് പറയുന്നതിനേക്കാണ്
മുത്തസിലായ ലമീർ എന്ന് പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണം, അനദാരിസുൻ, ഞാൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അനദാരിസുൻ, അന ഞാൻ. അപ്പോൾ എൻ്റെ പേരല്ല പറയുന്നത്, അന ഞാൻ എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഈ അന എന്നുള്ളത് എന്താണ്? മുൻഫസിലായ ലമീറാണ്. മുൻഫസിലായ ലമീർ എന്ന് വെച്ചാൽ മുൻഫസിലിൻ്റെ അർത്ഥം എന്താണ്? വേർപിരിഞ്ഞതാണ്. അപ്പോൾ ഈ വേർഡിനോട്, ഈ പറയുന്ന ഇസ്മിനോട് ഒരു ബന്ധം ഉണ്ടാവില്ല, അത് വേറെ തന്നെ നമുക്ക് കാണാം. ഇപ്പം അന എന്ന് പറയുമ്പോൾ വേറെ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ, വേറെ തന്നെ ഒരു വേർഡായിട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വേറെ തന്നെ വേർപിരിഞ്ഞിട്ടുള്ളത് എനിക്കാണ് മുൻഫസിൽ എന്ന് പറയാം. ഈ വേർഡിനോട് ചേർന്ന് വരുന്ന എനിക്കാണ് മുത്തസിൽ എന്ന് പറയാം. അത് മനസ്സിലാക്കാം. അപ്പം അനദാരിസുൻ, ഇപ്പം അന എന്നുള്ളത് എന്താണ്? മുൻഫസിൽ അലമീറിനക്ക് ഒരു ഉദാഹരണമാണ്. അന എന്നുള്ളത് മുൻഫസിൽ അലമീറിനക്ക് ഉദാഹരണമാണ്. ഇനി നോക്കിക്കോ, സദീഖി എൻ്റെ കൂട്ടുകാരൻ, അല്ലെങ്കിൽ ലഹു അവനിക്ക് വേണ്ടി, അങ്ങനെയൊക്കെ അർത്ഥം വരും. അപ്പോൾ ഈ സദീഖി എൻ്റെ കൂട്ടുകാരൻ, സദീഖി എന്ന് നമ്മൾ ചേർത്തിട്ട് തന്നെയാണ്, ഇതാ ഒന്നിച്ച് തന്നെയാണുള്ളത്. അപ്പോൾ സദീഖി എൻ്റെ കൂട്ടുകാരൻ, അപ്പോൾ ചേർത്തിട്ടാണുള്ളത്. ഈ സദീഖ് എന്നുള്ളത് എനിക്ക് ചേർത്തിട്ടാണ് ലാസ്റ്റ് സദീഖി എന്നാകുമ്പോൾ എൻ്റെ അർത്ഥം വന്നു. അപ്പോൾ ഈ ചേർത്തിട്ടാണ് യാ പറഞ്ഞത്. അപ്പോൾ സദീഖി എൻ്റെ കൂട്ടുകാരൻ, ആ ചേർത്തിട്ടാണ് യാ പറഞ്ഞത്. അപ്പോൾ യാ എന്താണ്? ഈ വേർഡിനോട് ചേർന്ന് വന്നതാണ്. അങ്ങനെയുള്ളത് എനിക്ക് മുത്തസിലായ ലമീറുകൾ എന്ന് പറയുന്നു. അപ്പോൾ ലമീറുകൾ രണ്ട് ടൈപ്പാണ്. ഒന്ന് മുൻഫസിലായ ലമീറുകൾ, മറ്റൊന്ന് മുത്തസിലായ ലമീറുകൾ. അപ്പോൾ മുൻഫസിലായ ലമീറുകൾ, മുത്തസിലായ ലമീറുകൾ. ആ മുൻഫസിലായ ലമീറുകൾ ഞാൻ നേരത്തെ പറഞ്ഞു, അത് എല്ലാവരും പഠിക്കുക. ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അൻത അൻതുമാ അൻതും, അൻതി അൻതുമാ അൻതുന്ന, അനനഹ്നു, ഇത് പഠിക്കാം. ഇനി മുത്തസിലായ ലമീറുകൾ, മുത്തസിലായ ലമീറുകളൊക്കെ ഇങ്ങനെ ഓരോ വേർഡ് കൊടുത്തിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, അതെല്ലാവരും പഠിക്കാം. അതായത് ലഹു ലഹുമാ ലഹും, ലഹ ലഹുമാ ലഹുന്ന, ലക്ക ലക്കുമാ ലക്കും, ലക്കി ലക്കുമാ ലക്കുന്ന, ലി ലന, അതുപോലെ പഠിച്ചാൽ മതി, കൃത്യമായി മനസ്സിലാക്കാം. അപ്പോൾ മുത്തസിലായ ലമീറുകൾ, മുൻഫസിലായ ലമീറുകൾ, ഇതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാം. അതായത് ലമീറുകൾ ഈ ഇസ്മിനോട് ചേർന്ന് വരുമ്പോഴാണ് അത് മുത്തസിലായ ലമീറുകളാകുന്നത്. വേറെ തന്നെ വേർപിരിഞ്ഞ് വരുന്നതാണ് മുൻഫസിലായ ലമീർ ആകുന്നത്. ആ മുൻഫസിലായ ലമീർ ഹുവ ഹുമാഹും, ഹുവ എന്ന് വെച്ചാൽ അവനൊരു പുരുഷൻ, ഹുമ അവർ രണ്ട് പുരുഷന്മാർ, ഹും എന്ന് വെച്ചാൽ അവർ കുറേ പുരുഷന്മാർ, ഹിയ അവളൊരു സ്ത്രീ, ഹുമ അവർ രണ്ട് സ്ത്രീകൾ, ഹുന്ന അവർ കുറേ സ്ത്രീകൾ, അൻത നീ ഒരു പുരുഷൻ, അൻതുമ നിങ്ങൾ രണ്ട് പുരുഷന്മാർ, അൻതും നിങ്ങൾ ഒരുപാട് പുരുഷന്മാർ. എന്നെ അൻതി നീ ഒരു സ്ത്രീ, അൻതുമ നിങ്ങൾ രണ്ട് സ്ത്രീകൾ, അൻതുന്ന നിങ്ങൾ ഒരുപാട് സ്ത്രീകൾ, അന ഞാൻ, നഹ്നു ഞങ്ങൾ. ഇതാണ് ഇതിൻ്റെ അർത്ഥം. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയി പഠിക്കുന്നില്ലെങ്കിൽ പറ്റുന്ന ആളുകൾക്ക് പഠിക്കാം. അവിടെ പഠിച്ച ആ ഉദാഹരണമൊക്കെ പഠിച്ചിട്ട് ഈ പാഠം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ലമീർ മുൻഫസിലായ ലമീറുണ്ട്, മുത്തസിലായ ലമീറുണ്ട്. ആവശ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇന്നയും അതിൻ്റെ സഹോദരിമാരാണ് അടുത്ത പാഠത്തിലൂടെ പറയുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, ഇന്നയും അതിൻ്റെ സഹോദരിമാരും. അപ്പോൾ ഇന്നൻ്റെ സഹോദരിമാർ എത്രയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. അത് 6 എണ്ണമാണ്. ഇതാണ് ഇന്ന, അന്ന, കാന്ന, ലാക്കിന്ന, ലൈത്ത, ല അല്ല. ഏതൊക്കെ? ഇന്ന, അന്ന, കാന്ന, ലാക്കിന്ന, ലൈത്ത, ല അല്ല. ഈ വീഡിയോ ദീർഘിപ്പിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ചുരുക്കി പറയാണ്. ഇന്ന, അന്ന, കാന്ന, ലാക്കിന്ന, ലൈത്ത, ല അല്ല. അവിടെ ഇന്നാൻ്റെ ഒരു ബൈത്ത് കൊടുത്തിട്ടുണ്ട്. ആ ബൈത്ത് എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും പഠിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇന്നയും ഇന്നൻ്റെ സഹോദരിമാരുടെയും അതിൻ്റെ ഡ്യൂട്ടി എന്താണ് അവിടെ മനസ്സിലാക്കുക. ഇന്നൻ്റെ ഇസ്മിനിക്ക് ഇറാബ് കൃത്യമായി മനസ്സിലാക്കണം. ഇന്നൻ്റെ ഇസ്മിനിക്ക് ഇറാബ് നസ്ബ്, ഇന്നൻ്റെ ഖബറിനിക്ക് ഇറാബ് റഫ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, അതായത് നമ്മൾ ഇത്രയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇന്നൻ്റെയും ഇന്നൻ്റെ സഹോദരിമാരും അതിൻ്റെ ഇസ്മിനിക്ക് നസ്ബും ഖബറിനിക്ക് റഫും ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കാം. ഉദാഹരണം, ഇപ്പോൾ അള്ളാഹു ഗഫൂർ എന്നുണ്ട്. അപ്പോൾ അള്ളാഹു എന്നുള്ളത് അറബിയിൽ മുബ്തദ തുടങ്ങാണ്. ഗഫൂറുൻ ഫൂർ എന്ന് വെച്ചുമ്പോൾ അതെന്താണ്? അതിൻ്റെ ഖബർ പൂർത്തീകരമാണ്. അപ്പോൾ അള്ളാഹു എന്താണ്? അതായത് പൂർത്തീകരിക്കാനാണ് ഈ ഗഫൂർ എന്നുള്ളത്. ഖബർ എന്നാണ് അതിനൊക്കെ പറയാം. അറബിയിൽ മുബ്തദയും ഖബറും പറയാം. ഇപ്പോൾ ഇന്ന വന്നപ്പോൾ ഈ മുബ്തദയ്ക്ക് ഇന്നൻ്റെ ഇസ്മി എന്നും ഈ ഖബറിനിക്ക് ഇന്നൻ്റെ ഖബറു എന്നാണ് പറയാം. അപ്പോൾ ഈ അള്ളാഹു ഗഫൂറുൻ എന്നുള്ളതിൻ്റെ മുമ്പിൽ ഇന്ന കൊടുത്താൽ എന്താണ് പറയുക? ഇന്നല്ലാഹ, അള്ളാഹു എന്നല്ല പിന്നെ പറയാ, ഇന്നല്ലാഹ ഗഫൂറുൻ എന്നാണ് പറയാം. ഖബറിനിക്ക് റഫ് തന്നെയാണ്, പക്ഷേ ഇന്നൻ്റെ ഇസ്മിനിക്ക് ഇറാബ് എന്താണ്? നസ്ബാണ്. അർത്ഥം തീർച്ചയായിട്ടും എന്നുള്ളൊരു അർത്ഥം കൂടി അവിടെ വരും. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്ര മനസ്സിലാക്കുക. ഇന്നയും ഇന്നൻ്റെ സഹോദരിമാരും അതിൻ്റെ ഇസ്മിനിക്ക് ഇറാബ് നസ്ബും ഖബറിനിക്ക് ഇറാബ് റഫ് ആണ്. പിന്നെ ആ ബൈത്തൊക്കെ കൃത്യമായിട്ട് പഠിക്കാം. ഇനി ചിലപ്പോൾ അള്ളാഹു ഗഫൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ഉദാഹരണം നമുക്ക് തരാൻ പറയും. എന്നിട്ട് ഇതിൻ്റെ ഇന്ന ചേർത്തിട്ട് എഴുതാൻ പറയും. അപ്പോൾ ആദ്യമുള്ളതിനേക്ക് നമ്മൾ നസ്ബ് കൊടുത്തിട്ട് എഴുതണം. നസ്ബ് എന്ന് പറയുമ്പോൾ ഫത്ത് മോഡൽ കൊടുത്തിട്ട് എഴുതണം. രണ്ടാമതുള്ളത് അതേപോലെ ഇത് റഫ് കൊടുത്തിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ അള്ളാഹു ഗഫൂർ എന്നുള്ളിടത്ത് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ഇന്നല്ലാഹ
ഗഫൂറുൻ എന്നാണ് ഇന്ന ചേർത്തിട്ട് എഴുതാനുണ്ടെങ്കിൽ കൊടുക്കേണ്ടത്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 10ാമത്തെ പാഠത്തിൽ ഇതേപോലെ കാനയും കാൻ്റെ അഹവാത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കാനയും കാൻ്റെ അഹവാത്തും അത് ഡീറ്റെയിൽ ആയി ഞാൻ പറയുന്നില്ല, വളരെ സിമ്പിളായിട്ട് പറയാം. ഇതേപോലെ ഇന്നൻ്റെ ഇസ്മും പറഞ്ഞു, ഇന്നൻ്റെ ഖബറും പറഞ്ഞു. ഇതേപോലെ കാനക്കും ഇസ്മും ഖബറും ഉണ്ട്. ഇന്നൻ്റെ ഇസ്മും ഖബറും പറഞ്ഞു നേരെ ഓപ്പോസിറ്റാണ് കാനിൻ്റെ അടുത്ത്. എന്താണ്? ഇന്നൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞു ഇസ്മിനിക്ക് നസ്ബും ഖബറിനിക്ക് റഫ് എന്ന് പറഞ്ഞു. പക്ഷെ കാനിൻ്റെ അടുത്ത് അങ്ങനെയല്ല. കാനിൻ്റെ അടുത്ത് ഇസ്മിനിക്ക്, കാൻ്റെ ഇസ്മിനിക്ക് റഫും ഖബറിനിക്ക് നസ്ബുമാണ്. ഇന്നലെങ്ങനെയാണ്? ഇസ്മിനിക്ക് നസ്ബും ഖബറിനിക്ക് റഫും. കൃത്യമായി മനസ്സിലാക്കണം. ഇന്ന ഇസ്മിനിക്ക് നസ്ബ് ഖബറിനിക്ക് റഫ്. കാനിൻ്റെ അടുത്ത് എങ്ങനെയാണ്? ഇസ്മിനിക്ക് റഫ് ഖബറിനിക്ക് നസ്ബാണ് കാനിൻ്റെ അടുത്ത്. അപ്പോൾ കാനിൻ്റെ അഹവാത്തായിട്ട് 13 ആളാണ് വരാം. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ അത് പഠിക്കണം. ഒന്നാമത് അതിൽ കാന, സാറ, ബാത്ത, അസ്ബഹ, അതേപോലെ അൽഹ, അംസ, ദല്ല, മാസാല, മാഫത്തിഹ, മാബരിഹ, മംഫക്ക, മാദാമ, ലൈസ. ആ കാൻ്റെ ബൈത്ത് ഉണ്ട്. പറ്റുന്ന ആളുകൾ ആ കാൻ്റെ ബൈത്ത് കൂടി പഠിക്കാം. ഇനിയിപ്പോൾ അള്ളാഹു റഹീമുൻ, അള്ളാഹു റഹീമുൻ, അള്ളാഹു എന്നുള്ള മുബ്തയാണ്, റഹീം എന്നുള്ളത് ഖബറാണ്. അവിടെ കാന ചേർത്താൽ എന്താണ് വരിക? കാൻ അള്ളാഹു. അള്ളാഹു എന്നുള്ള ആ മുബ്തദക്ക് കാനിൻ്റെ ഇസ്മ, ആ മുബ്തദ കാനിൻ്റെ ഇസ്മായിട്ട് വരുമ്പോൾ അത് റഫ് തന്നെയാണ് ഇവിടെ. അപ്പോൾ കാൻ അള്ളാഹു തന്നെയാണ്. പിന്നെ ഖബറിനിക്ക് ഇവിടെ എന്താണ്? നസ്ബാണ്. അപ്പോൾ അള്ളാഹു റഹീമിൻ്റെ അടുത്ത് കാൻ അള്ളാഹു റഹീമ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അള്ളാഹു റഹീമുൻ, അവിടെ ഇന്നയും കാനും ചേർത്ത് നമ്മൾ എഴുതാൻ വന്നാൽ ഇന്നൻ്റെ അടുത്ത് എങ്ങനെയാണ് എഴുതേണ്ടത്? ഇന്നല്ലാഹ റഹീമുൻ എന്നുള്ളതാണ്. കാനിൻ്റെ അടുത്ത് എങ്ങനെയാണ് എഴുതേണ്ടത്? കാനല്ലാഹു റഹീമൻ എന്നുള്ളതാണ്. അപ്പോൾ ഇന്നൻ്റെ അടുത്ത് ആദ്യമുള്ളതിനിക്ക് ഇസ്മിനിക്ക് എന്ത് കൊടുക്കണം? നസ്ബ് കൊടുക്കണം. രണ്ടാമതുള്ള ഖബറിനിക്ക് എന്ത് കൊടുക്കണം? റഫ് കൊടുക്കണം. കാൻ്റെ അടുത്ത് എന്ത് കൊടുക്കണം? ആദ്യമുള്ള ഇസ്മിനിക്ക് എന്ത് കൊടുക്കണം? ആദ്യമുള്ള ഇസ്മിനിക്ക് റഫ് കൊടുക്കണം. രണ്ടാമതുള്ള ഖബറിനിക്ക് എന്ത് കൊടുക്കണം? നസ്ബ് കൊടുക്കണം. അങ്ങനെയാണ് കാൻ്റെ അടുത്ത് ചെയ്യേണ്ടത്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അടുത്തത് നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട വിഷയം അവസാനത്തെ പാഠാണ്. അതിൽ പറയുന്നത് നസ്ബുകളും ജസ്മുകളാണ്. അതായത് മുളാരിയായ ഫീലിനിക്ക് നസ്ബ് ചെയ്യുന്ന ആളുകളും ജസ്മ് ചെയ്യുന്ന ആളുകളും. അവിടെ മുളാരിയായ ഫീലിനിക്ക് ജാസിമ് നാസിബ് എന്നാണ് പറയുക. ജാസിമ് എന്ന് വെച്ചാൽ ജസ്മ് ചെയ്യുന്ന ആളുകൾ, നാസിബ് എന്ന് വെച്ചാൽ നസ്ബ് ചെയ്യുന്ന ആളുകൾ. ഇത് രണ്ടെണ്ണമാണ് ഈ പാഠത്തിൽ പറയുന്നത്. അപ്പോൾ മുളാരിയായ ഫീലിനിക്ക് ജസ്മ് ചെയ്യുന്ന അർഫുകൾ, മുളാരിയായ ഫീലിനിക്ക് ജസ്മ് ചെയ്യുന്ന അർഫുകൾ 5 എണ്ണമാണ്. അവിടെ നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ വിഷയം മുളാരിയായ ഫീലിനിക്ക് ജസ്മ് ചെയ്യുന്ന അർഫുകൾ എത്രയാണ്? മുളാരിയായ ഫീലിനിക്ക് ജസ്മ് ചെയ്യുന്ന അർഫുകൾ 5 എണ്ണമാണ്. ഏതൊക്കെയാണ് 5 അർഫുകൾ? ഒന്ന് ഇൻ, ഒന്നേത് ഇൻ, മറ്റൊന്ന് ലം, പിന്നൊന്ന് ലമ്മ, പിന്നൊന്ന് ലാമുല്ലംബ്രി, ലാലുന്നഹി. ഏതൊക്കെയാണ്? ഇൻ, ലം, ലമ്മ, ലാമുല്ലംബ്രി, ലാലുന്നഹി. ഇതാണ് മുളാരിയായ ഫീലിനിക്ക് ജസ്മ് ചെയ്യുന്ന ഹർഫുകൾ. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മുളാരിയായ ഫീലിൻ്റെ മുമ്പിൽ ലമ്മ് വന്നു. ലം എന്നുള്ള പറയുമ്പോൾ അത് മാലി മംഫിൻ്റെ അർത്ഥം കൂടി വരും. അത് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടതില്ല. ഇപ്പോൾ ഈ പാഠത്തിൽ മനസ്സിലാക്കേണ്ടത് കാര്യമായിട്ടും മുളാരിയായ ഫീലിനിക്ക് ജസ്മ് ചെയ്യുന്ന ഹർഫുകൾ 5 എണ്ണമാണ്. ഇൻ, ലമ്മ്, ലമ്മ, ലാമുല്ലംബ്രി, ലാലുന്നഹി. ഈ 5 അക്ഷരമാണ്. ഇപ്പോൾ മുളാരിയായ ഫീൽ ഫഅലാൻ്റെ അടുത്ത് ലമ്മ് കൊടുത്താൽ എന്താണ് പറയുക? ലം എഫ് എൽ. ഫഅലാൻ്റെ മുളാരി എന്താണ്? എഫ് എൽ എന്നുള്ളതാണ്. അതിൽ ലമ്മ് കൊടുത്താൽ എന്താ പറയും? ലം എഫ് എൽ. ഇനി ഇന്ന് കൊടുത്താലോ? ഇ എഫ് എൽ എന്നാണ് പറയുക. ഇനി ലമ്മ കൊടുത്താലോ? ലമ്മ എഫ് എൽ എന്നാണ് പറയുക. ഇനി ലാമ് കൊടുത്താലോ? ലാമുൽ അംബ്രിൻ്റെ ലാമ്, അപ്പോൾ ലി എഫ് എൽ എന്നാണ് പറയുക. ഇനി നെഹീൻ്റെ ലാ കൊടുത്താലോ? ലാ എഫ് എൽ എന്നുള്ള രൂപത്തിലായിട്ടാണ് പറയുക. മനസ്സിലാക്കാം. അപ്പോൾ മുളാരിയായ ഫീലിനിക്ക് ജസ്മ് ചെയ്യുന്ന ഹർഫുകൾ 5 എണ്ണമാണ്. അതിൽ ഒന്നാമത്തത് ഇൻ, രണ്ടാമത്തത് ലം, മൂന്നാമത്തത് ലമ്മ, നാലാമത്തത് ലാമുൽ അംബ്രി, 5ാമത്തത് ലാലുന്നഹി. അതായത് ലാമുൽ അംബ്രി എന്ന് വെച്ചാൽ അംബ്ര ഫീലിൻ്റെ ലാമ്, ലാലുന്നഹി എന്ന് വെച്ചാൽ നഹി ഫീലിൻ്റെ ലാ. അപ്പോൾ ലാ എഫ് എൽ. അംബ്ര ഫീൽ എന്ന് വെച്ചാൽ കൽപ്പിക്കുക, നമ്മൾ അങ്ങോട്ട് ഒന്ന് കൽപ്പിച്ചു കൊടുക്കുക, അതിനേക്കാണ് ലാമ് അംബ്രഫീൽ എന്ന് പറയുക. ഒരു കാര്യം വിരോധിക്കുക, അതിനേക്കാണ് നഹി എന്ന് പറയുക. ഇപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാം. മുളാരിയായ ഫീലിനിക്ക് ജസ്മ് ചെയ്യുന്ന ഹർഫുകൾ 5 എണ്ണമാണ്. ഇൻ, ലം, ലമ്മ, ലാമുല്ലംബ്രി, ലാലുന്നഹി. ഇനി അവിടെ നമ്മൾ ഉദാഹരണം കൊടുത്താൽ നമ്മൾ അവിടെ മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പോൾ എഫ് എല്ലിൻ്റെ അടുത്ത് ലം കൊടുത്താൽ എന്താണ് എഴുതേണ്ടത്? ലം എഫ് എൽ എന്നാണ് എഴുതേണ്ടത്. ഇനി അതേപോലെ തന്നെ മുളാരിയായ ഫീലിനിക്ക് നസ്ബ് ചെയ്യുന്ന ഹർഫുകളുണ്ട്. മുളാരിയായ ഫീലിനിക്ക് നസ്ബ് ചെയ്യുന്ന ഹർഫുകളുണ്ട്. ആ മുളാരിയായ ഫീലിനിക്ക് നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ
4 ജസ്മ് ചെയ്യുന്ന ഹർഫുകൾ 5 പറഞ്ഞു. മുദാരി ഫീലിനിക്ക് നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ അത് 4 ഏതൊക്കെയാണ്? അൻ, ലൻ, കൈ, ഇദൻ. ഏതൊക്കെയാണ്? അൻ, ലൻ, കൈ, ഇദൻ. മുദാരി ഫീലിനിക്ക് നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ 4 അൻ, ലൻ, കൈ, ഇദൻ. അപ്പോൾ യഫ് അലു, ലൻ യഫ് അല, ലൻ യഫ് അല, ലന്ന് കൊടുത്താൽ എന്താണ് ഇതാക്കേണ്ടത്? അവസാനം നസ്ബ് കൊടുക്കാണ് വേണ്ടത്. ലൻ യഫ് അല, ലൻ യഫ് അല, ലൻ യഫ് അല. അപ്പോൾ പിന്നെ 4 പഠിച്ചു. അൻ, ലൻ, കൈദൻ. അന്ന് കൊടുത്താലോ? ഐ യഫ് അല, നസ്ബ് തന്നെയാണ്. ഇനി കൈ, കൈ യഫ് അല, നസ്ബ് തന്നെയാണ്. ഇനി ഇദൻ, ഇദൻ യഫ് അല, നസ്ബ് തന്നെയാണ്. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് മുദാരിയായ ഫീൽ. ആ മുദാരിയായ ഫീലിനിക്ക് ജസ്മ് ചെയ്യുന്ന ഹർഫുകളുണ്ട്, നസ്ബ് ചെയ്യുന്ന ഹർഫുകളുണ്ട്. ജസ്മ് ചെയ്യുന്ന ഹർഫുകൾ മുദാരിയായ ഫീലിനിക്ക് 5 ഏതൊക്കെയാണ്? ഇൻ, ലം, ലമ്മ, ലാമുൽ അംറി, ലാലു നഹി. മുദാരിയായ ഫീലിനിക്ക് നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ 4 ഏതൊക്കെയാണ്? അൻ, ലൻ, കൈ, ഇദൻ. ഈ 4 ഹർഫുകളാണ് മുദാരിയായ ഫീലിനിക്ക് നസ്ബ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് കിതാബിലുള്ള ഉദാഹരണങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കുക, ഒപ്പം ബൈത്ത് പഠിക്കുക. ഇതിൻ്റെ ബേസിക്സ് ആയ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ കൃത്യമായിട്ട് പഠിച്ചാൽ ഈ വീഡിയോ തന്നെ വീണ്ടും വീണ്ടും കാണാം. ഒപ്പം നിങ്ങൾ കിതാബുകൾ പഠിക്കുക. നിങ്ങൾ ആദ്യം ഫുള്ള് കണ്ടാൽ രണ്ടാമത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ പാഠം കഴിഞ്ഞപ്പോൾ അതിൻ്റെ പോസ്റ്റ് ചെയ്യുക, വീഡിയോ പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് കിതാബിൽ പറഞ്ഞ ഉദാഹരണങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കുക, ബൈത്തൊക്കെ പഠിക്കുക. എന്നിട്ട് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ബാക്കി കാണാം. അങ്ങനെ കണ്ടുപോയിട്ട് ഏകദേശം 1 മണിക്കൂർ വീഡിയോ ഉണ്ട്. 1 മണിക്കൂർ ഈ വീഡിയോ കാണാനും ഏകദേശം ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ നിങ്ങൾ പഠിക്കാനൊക്കെ ഉപയോഗിച്ചാൽ വളരെ സിമ്പിളായിട്ട് ലിസാനുൽ ഖുർആൻ നല്ല മാർക്കോടെ വിജയിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മദർസകളൊക്കെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ നിങ്ങൾക്ക് നന്നായി പറഞ്ഞു തരും. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവശ്യമുള്ള ആളുകൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് എന്നെയും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിദ്യാർത്ഥികൾക്കും ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കി എല്ലാ വിദ്യാർത്ഥികളും അല്ലാഹു മാറ്റി തന്നെ അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ദുആ ചെയ്യും. അല്ലാഹു എല്ലാവർക്കും ഉന്നതമായ വിജയം എല്ലാ സമയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് നമ്മൾ അറബി മദ്രസകളൊക്കെ പഠിക്കുന്നത് നമ്മൾ പരീക്ഷ വിജയിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാനാണ് പ്രധാനം. ആഖിറം വിജയിക്കണം. ആഖിറം വിജയിക്കണമെങ്കിൽ നമ്മൾ ഈ വിഷയമൊക്കെ നന്നായി പഠിക്കണം. കാരണം വെച്ചാൽ നല്ല രൂപത്തിൽ പഠിച്ച് നല്ല രൂപത്തിൽ ഇബാദത്തുകളൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇത് ലിസാനുൽ ഖുർആൻ എന്ന് പറയുമ്പോൾ വളരെ പ്രധാനമായിട്ടും നമ്മൾ ശേഷം അറബിയൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കിതാബ് കൂടിയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.